നമ്മളെ കുട്ടികളെ കാര്യത്തിൽ സ്വാധീനിക്കുന്ന വ്യക്തികളെ നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മളെ ചിന്തയിൽ വരിക രക്ഷിതാക്കൾ, കുടുംബക്കാരെന്നായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും, ഇവരെന്താ ഇങ്ങനെയെന്നുള്ളത്. പക്ഷേ ചില ഫ്രണ്ട്ഷിപ്പിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കുട്ടിയായിട്ട് ചിലപ്പോൾ നമുക്ക് മാറാൻ സാധിക്കാറുണ്ട്. അതിന് ഉദാഹരണമാണ്, പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളെ തൊട്ട ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടി, അവൻ്റെ ഏകദേശം ഒരു രീതിയായിരിക്കും നമ്മളെ കുട്ടിക്കുണ്ടാവുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ശരിക്കും അതിനെ വെച്ചിട്ടായിരിക്കണം നിങ്ങളെ കുട്ടിയെ ചേഞ്ച് ചെയ്യാൻ നോക്കണ്ടേ. നമ്മൾ പലപ്പോഴും നമ്മളെ വാശിയും നമ്മൾ വിചാരിച്ച എന്തോ ഒരു കാര്യം എത്തിക്കലും അങ്ങനെ നമ്മളേതായിട്ടുള്ള രീതിയിലേക്കായിരിക്കും കുട്ടിയെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടാവുക. ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയിലുള്ള കുട്ടികൾ ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് അവരെ ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സർക്കിളൊക്കെ നല്ല രീതിയിൽ നമുക്ക് നോക്കാം. ശരിക്കും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 4 ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പാരൻസിനെയും കൂടി നിങ്ങൾ കമ്പനിയാക്കിയിട്ട് ശരിക്കും നിങ്ങൾ അവർ പോലും അറിയാതെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിലേക്ക് വരാൻ തയ്യാറാണ്.